അങ്ങനെ രാവിലത്തെ ചായക്കുടിയും പിന്നെ മക്കൾ സ്കൂളിൽ പോകലും അങ്ങനെ ആ തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അലക്കാനുള്ളതൊക്കെ മെഷീനിലിട്ടു. പിന്നെ മെയിൻ പരിപാടി ഉച്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ റൈസ് കുക്കറിൽ വെച്ചതിന് ശേഷമായിരുന്നു കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അത് വെന്ത് സെറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വാർത്ത് വെച്ചു. ഇന്ന് കറി ഉണ്ടാക്കുന്നത് പരിപ്പും വെള്ളരിയും കൊണ്ടാണ് കേട്ടോ, തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ട്. അപ്പോൾ അതിനുള്ളത് പരിപ്പ് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ ആ പരിപ്പും വെള്ളരിയും തക്കാളിയും പച്ചമുളകും മൊത്തത്തിൽ ഒന്നിച്ച് കുക്കറിൽ ഒറ്റ വിസിലടുപ്പിക്കുകയാണ് കേട്ടോ ചെയ്യണത്. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് അപ്പുറത്ത് വിസിൽ വരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. പിന്നെ ഉപ്പേരി ഇന്ന് പയറുപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മത്തൻ്റെ ഇല ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു തോരൻ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പേരി ഉണ്ടായി, റെഡിയായി. പിന്നെ തോരൻ്റെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. പിന്നെ ഇതിലേക്ക് ഞാൻ തേങ്ങയും പച്ചമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് ജീരകമാണ് കേട്ടോ, ചെറിയ ജീരകമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് അടച്ചു വെച്ചതിന് ശേഷം അപ്പോഴേക്കും നമുക്ക് ഒരു വിസിൽ വന്നിട്ടുണ്ടായിരുന്നു കറി. അത് തുറന്ന് പിന്നെ അതിലേക്ക് അരപ്പൊഴിച്ചു കേട്ടോ, തേങ്ങയൊക്കെ അരച്ചു ഒഴിച്ചു. പിന്നെ ജസ്റ്റ് ഒന്ന് കടുകിട്ട് താളിച്ചെടുത്തു. അങ്ങനെ ഉപ്പേരിയും തോരനും കറിയും എല്ലാം ആയി. അപ്പോൾ ലാസ്റ്റ് നോക്കിയപ്പോൾ ഒരു പപ്പടം കൂടെ കാച്ചാൻ തോന്നിയിട്ടോ. അങ്ങനെ അതും റെഡിയാക്കി വെച്ചു. പിന്നെ നിരന്ന് കിടന്ന പാത്രങ്ങളൊക്കെ ഒഴിച്ച് കഴുകി, അതായത് കറി ഉണ്ടാക്കിയതും ഉപ്പേരി ഉണ്ടാക്കിയതും ചോറ് വെച്ചതും അങ്ങനെ എല്ലാ പാത്രങ്ങളും ഒഴിച്ച് കഴുകി അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കിയിട്ടു. ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ടാൽ തന്നെ നമുക്കൊരു പകുതി സമാധാനം കേട്ടോ, എല്ലാ പണിയും കഴിഞ്ഞൊരു ഫീൽ അങ്ങ് കിട്ടും. അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് അടിച്ചു വാരി തുടയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ വന്നിട്ട് സിറ്റൗട്ടിൽ വന്നിരുന്നു. നമ്മുടെ ഇൻസ്റ്റയിൽ എനിക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ ഒരു അലമാരയുടെ വീഡിയോയ്ക്ക്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റിപ്ലൈ കൊടുക്കലും വായിക്കലും ഒക്കെ ആയിട്ട് അവിടെ ഞാൻ സിറ്റൗട്ടിലിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ സമയമായപ്പോൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഫുഡായിരുന്നു. എനിക്കിങ്ങനെ ഈ നാടൻ ഊണിനോടാണ് കേട്ടോ ഇഷ്ടം. ഇനിയിപ്പോൾ നോൺ വെജോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ തേങ്ങരച്ച കറി തന്നെ വേണമെന്നില്ല, എനിക്ക് താളിപ്പാണ് കേട്ടോ, അധികം താളിപ്പാണ് ഇഷ്ടം. അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.